ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ HSST കൊമേഴ്സ് എക്സാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്ത് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ എക്സാം കലണ്ടർ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിൽ ഇനി ഒരു 6 മാസം അല്ലെ, ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്, 6 മാസമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ഫോക്കസ് ചെയ്തൊക്കെ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് തുടങ്ങണം. എന്നാലേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി തന്നെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് ഒരു 2 അല്ലെ 3 മണിക്കൂർ ഈ ഒരു എക്സാമിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക്, ഒരു എന്താണ് 50-ന് മുകളിൽ ഒരു റാങ്കിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്താനായിട്ടും, ഒരു 50-ന് മുകളിലേക്കല്ല 50-നുള്ളിൽ നിങ്ങൾക്ക് എത്താനായിട്ടും ആദ്യം തന്നെ എന്താണ് അഡ്വൈസുകൾ കിട്ടാനും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നാളെ എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ നമുക്ക് സമയമില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ഇന്ന് തീർക്കാനുള്ളത് ഇന്ന് തന്നെ തീർത്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവൻ കാണുക. അവസാനം നമ്മൾ കുറച്ചധികം വരാൻ ചാൻസ് ഉള്ള MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കാണുക. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷേ ആ ടൈം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്ക് ടൈം ഒട്ടും അവൈലബിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടൈം മതി നമുക്ക് HSST കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റ്. എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ്? നമ്മളുടെ മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയ്ക്കകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ക്യാഷിനെ എന്ത് ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയുടെ, ഒരു ബിസിനസ്സിൻ്റെയൊക്കെ ക്യാഷ് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ proper management and maintenance of cash and cash flow in order to ensure the availability of the enough fund to function. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു കമ്പനിയുടെ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള ഫണ്ട് നമുക്ക് എന്തിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമുക്കുള്ള ക്യാഷും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് ഫ്ലോയും ഒക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദ പ്രോസസ് ഓഫ് എഫിഷ്യൻ്റ്ലി മാനേജിങ് ദ ക്യാഷ് ഫ്ലോ. നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കിക്കോണം കേട്ടോ. ഇനി അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ക്യാഷ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരേണ്ട ക്യാഷിനെ, എത്രത്തോളം ക്യാഷ് ആവശ്യമായിട്ട് വരും ഫ്യൂച്ചറിൽ എന്നുള്ള കാര്യമൊക്കെ പ്രോപ്പറായിട്ട് ഫോർകാസ്റ്റ് ചെയ്യും. പിന്നെ എന്താണ്, നമുക്ക് ഇപ്പോൾ ഉള്ള കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ഒബ്ലിഗേഷൻസ് ഒക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് ഇത് ആവശ്യമാണോ, സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ നീഡ് ഇപ്പോൾ ഉണ്ടോ, അതിനനുസരിച്ച് നമ്മളത് എന്ത് ചെയ്യുക, ഒരു മീറ്റ് ദ ഫേംസ് ഒബ്ലിഗേഷൻ, ഫേമിൻ്റെ ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി സർപ്ലസ്. അതായത് നമുക്ക് നമുക്ക് ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് സർപ്ലസ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മേൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം. അടുത്തതാണ് ക്യാഷ് കൺവേർഷൻ സർക്കിൾ. ക്യാഷ് കൺവേർഷൻ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഇതിന് എന്തെന്നും പറയാറുണ്ട്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നും പറയാറുണ്ട്. ആൻഡ് this is the time gap between the purchase of an inventory and the realization of cash from the accounts receivable. അതായത് നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ആ സാധനം വിറ്റ് നമ്മൾ ആ വിറ്റ ആളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിച്ച ആളുടെ കയ്യിൽ നിന്ന് ആ പൈസ കിട്ടുന്നിടം വരെയുള്ള ആ ഒരു കൺവേർഷൻ പീരീഡാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം റോ മെറ്റീരിയൽ വാങ്ങിച്ചു, ആ റോ മെറ്റീരിയൽ കൊണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഗുഡ്സ് ഒരാൾക്ക് ഒരു ക്രെഡിറ്റർ, അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ക്രെഡിറ്റർ എന്ത് ചെയ്തു, അത് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നാലേ നമുക്ക്
ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാൾ നമുക്ക് കടമായിട്ട് ആ സാധനം നമ്മളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു വാങ്ങിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ കടമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് പൈസ വാങ്ങിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, നമ്മളൊരു ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു കടമായിട്ട് എന്ത് ചെയ്തു പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു സാധനം പർച്ചേസ് ചെയ്തു, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ആ റോ മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം നമ്മളത് വിറ്റപ്പോൾ അയാൾ നമുക്ക് പൈസ തന്നില്ല. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾ പൈസ തരുന്നു, ആ പൈസ നമുക്ക് ഇയാൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ക്യാഷിൻ്റെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സർക്കിൾ എന്ന് പറയുന്നത്. ഇതിന് എന്തെന്നും പറയാറുണ്ട്, ഓപ്പറേറ്റിംഗ് സർക്കിൾ എന്നും പറയാറുണ്ട്. ഇത് എന്തൊക്കെ തമ്മിലുള്ള ഗ്യാപ്പാണ് പറയുന്നത്, പർച്ചേസ് ഓഫ് ആൻ ഇൻവെന്ററി ആൻഡ് റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം അക്കൗണ്ട് റിസീവബിളിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നിടം വരെയുള്ള ആ ഒരു സർക്കിളാണ് ഏതെന്ന് പറയുന്നത്, അല്ലെ ആ ഒരു സൈക്കിളാണ് ഏതെന്ന് പറയുന്നത് എന്നാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഓർത്ത് വെക്കുക, ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം ക്യാഷ് റിമൈൻസ് ടൈറ്റ്സ് ഇൻ ഓർഡർ ടു കറണ്ട് അസറ്റ്. അപ്പം പിന്നെയും പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ കറണ്ട് അസറ്റ്, ഡേ ടു ഡേ ഓപ്പറേഷൻസിനായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്ന അല്ലെ നമ്മളുടെ വളരെ ഷോർട്ട് പീരീഡിലേക്ക് നമ്മളിലേക്കുള്ള അസറ്റുകളുണ്ടല്ലോ, അതിന്മേൽ എത്ര നാൾ നമ്മളുടെ ക്യാഷ് കിടപ്പുണ്ട്, അതിൽ നിന്ന് നമ്മൾ എപ്പോൾ ആ ക്യാഷ് നമ്മൾക്ക് കിട്ടും, ആ ഒരു പീരീഡിനെയാണ് എത്ര ഡേയ്സ് ആ ഒരു ക്യാഷ് കറണ്ട് അസറ്റിന്മേൽ കിടക്കുന്നു എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ക്യാഷ് കൺവേർഷൻ സൈക്കിളാണ് നമ്മൾ പറയുന്നത്. ആദ്യം ക്യാഷ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു അല്ലേ, പർച്ചേസസ് റോ മെറ്റീരിയൽസ്. ഈ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്തു പ്രൊഡക്ഷൻ ഗുഡ്സിന് പ്രൊഡക്ഷൻ നടത്തി, അവിടെ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായി. ഫിനിഷ്ഡ് ഗുഡ്സ് കടമായിട്ട് ആളുകൾ വാങ്ങിച്ചു, കസ്റ്റമർക്ക് ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. അവിടെ ഡെപ്റ്റേഴ്സ് അല്ലെ കടമായിട്ട് ആളുകൾ വാങ്ങിച്ചു, അവരിൽ നിന്ന് നമ്മൾ അക്കൗണ്ട് റിസീവബിൾ അല്ലേ നമുക്ക് കളക്ഷൻ ഓഫ് ക്യാഷ് കിട്ടുന്നു. അവിടം വരെയുള്ളതാണ് എന്ന് പറയുന്നത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ പഠിച്ചു വെച്ചോണേ, കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഇനി അടുത്താണ് മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള മോട്ടീവ് എന്തൊക്കെയാണ്. മോട്ടീവ് ഓർ ഡിസൈഡ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് റെഫേഴ്സ് ടു വേരിയസ് പർപ്പസ്. ഒരുപാട് പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ക്യാഷ് ഹോൾഡ് ചെയ്യാറുണ്ട്. അത് പ്രധാനമായിട്ടും 4 മോട്ടീവാണുള്ളത് ടു ഹോൾഡ് ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള 4 മോട്ടീവാണ്. അത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ മോട്ടീവിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ആപ്പിലുള്ള ക്ലാസ്സുകളെല്ലാം ഓരോ ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ട്രാൻസാക്ഷൻ മോട്ടീവാണ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ഈസ് ഹെൽഡ് ടു മീറ്റ് ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് ട്രാൻസാക്ഷൻ. അതായത് ഒരു ഫേമിൻ്റെ ഒരു കമ്പനിയിലേക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. എൻഷുർ ദാറ്റ് ദ ബിസിനസ് ക്യാൻ കവർ ദ റെഗുലർ ഓപ്പറേഷൻസ് ലൈക്ക് വേജസ്, യൂട്ടിലിറ്റീസ് ആൻഡ് പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ്. അതായത് ഒരു ബിസിനസ്സിൽ റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനെ മീറ്റ് ചെയ്യാൻ, അതായത് വേജസ് കൊടുക്കുക, യൂട്ടിലിറ്റീസ്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, ഇങ്ങനെയുള്ള റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് ഓപ്പറേഷൻ റെഗുലർ ആയിട്ട് നടക്കുന്ന ബിസിനസ് ഓപ്പറേഷനിൽ മേൽ ഉണ്ടാകുന്ന കോസ്റ്റുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ക്യാഷാണ് ഏതെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവിലുള്ള ക്യാഷ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്താണ് പ്രിക്വേഷണറി മോട്ടീവ്. ദ ക്യാഷ് ഹോൾഡ് ആസ് എ പ്രിക്വേഷൻ എഗനിസ്റ്റ് ദ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ എമർജൻസീസ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ് ഹാപ്പൻ ചെയ്യും, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എമർജൻസി ഉണ്ടാകും. ആ സിറ്റുവേഷനിൽ മീറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് എ സേഫ്റ്റി നെറ്റ് ഫോർ ദ അൺഫോർസീൻ എക്സ്പെൻസസ് സച്ച് ആസ് ദ സഡൻ റിപ്പയേഴ്സ്, മാർക്കറ്റ് ഡൗൺ ടേൺ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ടൊരു റിപ്പയർ ഉണ്ടാകും, അന്നേരം അത് മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡൗൺ ആകും, അപ്പോൾ മീറ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണ്. അതിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. മൂന്നാമത്തതാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഈസ് ഹോൾഡ് ടു ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് മേ അറൈസസ്. ഭാവിയിൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, അപ്പോൾ അത് എന്ത് ചെയ്യാണ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് കുറച്ചധികം ക്യാഷ്, അതായത് ഭാവിയിൽ ഫ്യൂച്ചറിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരും, അന്നേരം അത് നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് ക്യാഷ് മാറ്റി വെക്കുന്നതിനെയാണെന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ. സച്ച് ആസ് ഇൻവെസ്റ്റിംഗ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെഞ്ചറിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ബൈ ചെയ്യാനായിട്ട്, ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു അസറ്റ് ബൈ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്.
ഇറ്റ് എനേബിൾസ് ദ ബിസിനസ് ടു എന്താണ് ക്യാപിറ്റലൈസ് ഓൺ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മാർക്കറ്റ് സ്ട്രാറ്റജി ഇൻവെസ്റ്റ്മെന്റ്. ഇത് എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടൊക്കെ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ സ്പെക്യുലേറ്റീവ് മോട്ടീവ് യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് നാലാമത്തതാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്സും പറഞ്ഞു. ഇനി അടുത്താണ് ഫോർത്ത് വൺ ആണ് എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ്. കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്യാഷ് ഈസ് ഹെൽഡ് ടു മെയിൻറ്റെയിൻ ദ മിനിമം ബാലൻസ് ആസ് റിക്വയർഡ് ബൈ ദ ബാങ്ക് ഓർ ക്രെഡിറ്റേഴ്സ്. അല്ലെ ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനൊക്കെ എന്താണ് ഇയാൾ ഇവിടുന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ, ഇയാളുടെ പൈസ തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഉറപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ഒരു നല്ലൊരു ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ആളാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യും? ആ ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് മിനിമം ആയിട്ട് കുറച്ച് രൂപ എന്ത് ചെയ്തും ഹോൾഡ് ചെയ്ത് വെക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് ഓർ ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. ക്യാഷ് ഈസ് held to maintain a minimum balance as required by the banks or creditors obtained as the condition for the loan or other financial service. ലോൺ അല്ലെങ്കിൽ അത് മറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യാണ്? ഇവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാണ്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ മിനിമം ഇട്ടേക്കുവാണ്. അതായത് എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആർക്ക് ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഉള്ള ആളാണ്, ഇയാൾക്ക് ബോറോ ചെയ്ത് ഇയാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നുള്ള അതിനുവേണ്ടി കൊടുക്കുന്നതാണ് കോമ്പൻസേറ്റീവ് ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷുർ ദ ആക്സസ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി. അവർക്ക് അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താനും അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ് എന്ന് പറയുന്ന ഒരു മോട്ടീവ് എന്ത് ചെയ്യുന്നത്? ഇവർ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഏതൊക്കെയായിരുന്നു? ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ച് ആദ്യത്തേത് ഏതായിരുന്നു? ട്രാൻസാക്ഷൻ മോട്ടീവ്. രണ്ടാമത്തേതാണ് പ്രിക്വേഷണറി മോട്ടീവ്. മൂന്നാമത്തെ സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ആൻഡ് നാലാമത്തെ കോമ്പൻസേറ്റിംഗ് ബാലൻസ് മോട്ടീവ്. അടുത്തതാണ് ലോക്ക് ബോക്സ് സിസ്റ്റം. ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ബോക്സ് സിസ്റ്റം ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇൻ ബാങ്ക്. ബാങ്കിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. വിച്ച് ആർ കളക്റ്റഡ്. ഇതൊരു കളക്ഷൻ സെന്റേഴ്സ് ആണ്. ഈ ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ സെന്റർ ആണ്. ഇവിടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ്? കസ്റ്റമേഴ്സ് ആർ റിക്വയർഡ് ടു ഡ്രോപ്പ് ദ ചെക്ക് ഇൻ ടു ദീസ് ബോക്സസ് ആൻഡ് ദ ബാങ്ക് പിക്ക് അപ്പ് ദീസ് ചെക്സ് ആൻഡ് ഡിപ്പോസിറ്റഡ് ദം ഇൻ ടു ദ ഫേംസ് ബാങ്ക് അക്കൗണ്ട്. അതായത് ഫേമുകളെല്ലാം എന്ത് ചെയ്യും? അവരുടെ ചെക്കുകളെല്ലാം കൊണ്ടുവന്ന് ഈ ബോക്സിനകത്ത്, ബാങ്കിൻ്റെ ഈ ഒരു ബോക്സിനകത്ത് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. ആ ബാങ്ക് അത് എന്ത് ചെയ്യും? ഓരോന്നോരോന്നായിട്ട് എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യും. അതിനെയാണ് കറക്റ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു കളക്ഷൻ സെന്റർ ആണ്. ഇവിടെ എന്താണ്? കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ്? അവരുടെ ചെക്കുകൾ ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാങ്ക് അത് പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ചെക്സ് ആർ ഡിപ്പോസിറ്റഡ് ദം ഫേംസ് ബാങ്ക് അക്കൗണ്ട്. ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പ്രോപ്പറായിട്ട് അത് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ബാങ്ക് കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻഫർമേഷൻ ആരെ അറിയിക്കും? ഫേമിനെ ബാങ്ക് അറിയിക്കും. നമ്മളുടെ CCയിൽ HSSTയുടെ പുതിയ ബാച്ച്, 6ാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഇനി നമ്മളുടെ മുന്നിൽ 6 മാസമാണുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. 6 മാസം എന്ന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈമാണ്. കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് 6 മാസം എന്ന് പറയുന്നത്. ഇപ്പോൾ CCയിലെ ക്ലാസ്സുകൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ചേരാൻ താല്പര്യമുള്ള എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് കൃത്യമായി ബേസ് തൊട്ട്, അതായത് നമുക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നു അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഞാൻ 6 വർഷമായി 7 വർഷമായി പഠനം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഞാൻ PG കഴിഞ്ഞിട്ട് ഇത്ര നാളായി, എനിക്ക് BEd കഴിഞ്ഞിട്ട് ഇങ്ങനെയായി, എനിക്ക് BEdലെ സിലബസുകൾ ഒന്നും അറിയത്തില്ല, ജനറൽ പേപ്പർ എനിക്ക് പഠിക്കാനായിട്ട് പാടാണ്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഒന്നും മാറി നിൽക്കേണ്ട. HSST കൊമേഴ്സ് നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CCയിലേക്ക് പോരും. A to Z കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഈ എക്സാം നേടിയെടുക്കാൻ എന്തെല്ലാം ആവശ്യമാണ് അതെല്ലാം നൽകിക്കൊണ്ട് HSST കൊമേഴ്സ് നേടിയെടുപ്പിക്കാനായിട്ട്, നിങ്ങളെ അതിനെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ആകുക, നിങ്ങൾ HSST ആകുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം നമ്മൾ നേടിയെടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. നമ്മൾ കണ്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിൽ ക്യാഷ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ക്യാഷ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഇഗ്നോറിംഗ് ദ സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇഗ്നോർ ചെയ്യാനാണോ പറഞ്ഞിരുന്നത്? അപ്പോൾ ഏതാണ്? ഇഗ്നോർ. അതുപോലെ തന്നെ അടുത്ത നോക്കിയേ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ക്യാഷ് ടു മീറ്റ് ദ ഫേം ഒബ്ലിഗേഷൻ. അപ്പോൾ ഇതിനകത്ത് ആൻസർ അല്ലാത്ത ഏതാണ്? C ആണ് അല്ലേ? ഓപ്ഷൻ C ആണ്. ഇഗ്നോർ ചെയ്യുകയാണോ ചെയ്യുന്നത്? സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് അല്ല.
അപ്പോൾ ഓപ്ഷൻ സി ആണ് ക്യാഷ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് എൻഷുറിംഗ് ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ദ മോട്ടീവ്സ് ടു ഹോൾഡ് ക്യാഷ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ റോ മെറ്റീരിയൽസ് പ്രൈസ് ഈസ് നോൺ ആസ്. അപ്പോൾ ഓർത്ത് നോക്കിയേ, ദ ഫ്ലക്ച്വേഷൻ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൈസയ്ക്ക് എന്താ പറയുന്നത്, ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ക്യാഷിന് എന്താണ് പറയുന്നത്, ഈസിയാണല്ലേ, ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, ആ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാനായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അതേതാണ്, സ്പെക്യുലേറ്റീവ് മോട്ടീവ് അല്ലേ. സ്പെക്യുലേറ്റീവ് മോട്ടീവ്സ് ഈസ് ഡ്രിവൺ ബൈ ദ പൊട്ടൻഷ്യൽ ഫോർ ദ ഫേവറബിൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ആയിട്ടുള്ള മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയ ഒരു അസേർഷൻ റീസൺ ആണ്, ഫേംസ് വിത്ത് ദ ഹൈയസ്റ്റ് firm with a tight credit policy will maintain a low debtor position. ഒരു എന്താണ് പറഞ്ഞേക്കുന്നത്, ഫേം വിത്ത് ടൈറ്റ് ക്രെഡിറ്റ് പോളിസി, ഒരു ഫേം ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ വിൽ മെയിൻറ്റെയിൻ, അവരെന്ത് മെയിൻറ്റെയിൻ ചെയ്യും, ലോ ആയിട്ടുള്ള ഡെപ്റ്റേഴ്സ് പൊസിഷൻ, ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റീസൺ ആയിട്ട് പറഞ്ഞാൽ ടൈറ്റ് ക്രെഡിറ്റ് പോളിസി ലീഡ്സ് ടു എന്താണ്, എഫിഷ്യൻറ്റ് കളക്ഷൻ ആൻഡ് എന്താണ് ഫ്യൂ ബാഡ് ഡെറ്റ്സ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള കളക്ഷൻ, ക്യാഷൊക്കെ കറക്റ്റായിട്ട് കളക്ട് ചെയ്യുകയും ബാഡ് ഡെറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അസേഷനും റീസണും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്, അസേഷനെ സാധൂകരിക്കുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ purchase of inventory and realization of cash from account receivables. ഇപ്പോൾ ക്യാഷ് മാനേജ്മെന്റ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പർച്ചേസ് ഓഫ് ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നിടം തൊട്ട് അതെന്താണ് അക്കൗണ്ട് റിസീവബിൾസിൽ നിന്ന് ആ ക്യാഷ് കളക്ട് ചെയ്യാൻ വരുന്നുള്ള ടൈം ഗ്യാപ്പിനെയാണ് എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചാൽ അല്ലേ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത് നോക്കിയേ, എ ഷോർട്ടർ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്യാഷ് കൺവേർഷൻ സർക്കിൾ ആണെങ്കിൽ ഇറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻറ്റ് മാനേജ്മെന്റ്. അത് പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതെന്താണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ്. അപ്പോൾ രണ്ടും ട്രൂ അല്ലേ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. അപ്പോൾ എങ്ങനെയാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഷേഴ്സ് ക്യാൻ റെഡ്യൂസ് ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങളുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ തന്നേക്കാണ് എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് പീരീഡ്. എക്സ്റ്റെൻഡ് ചെയ്യണോ, ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുക ടു കസ്റ്റമേഴ്സ്, അതോ ഇൻക്രീസിങ് ദ ഇൻവെൻട്രി ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുകയാണോ, നെഗോഷിയേറ്റിംഗ് ദ എന്താണ് longer payment terms with suppliers and reducing the accounts receivable for collection period. Reducing the account receivable collection period. ഇപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഓർത്ത് വെക്കണം, which of the following measures can be reduces the cash conversion cycle. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ടുള്ള ഇതിൽ ഏതാ വരുന്നത്, ഏതൊക്കെയാണ് വരുന്നത്, ഈസി അല്ലേ ക്യാഷ് കൺവേർഷൻ കുറയ്ക്കാനായിട്ട്. മക്കളെ മാർക്ക് ചെയ്ത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്, റെഡ്യൂസിങ് ദ ഇൻവെൻട്രി ടേൺ ഓവർ ടൈം. ഇൻവെൻട്രി ടേൺ ഓവർ ടൈം എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. എക്സ്റ്റെൻഡിങ് ദ സപ്ലയർ പേയ്മെന്റ്സ് ടു പേയ്മെന്റ് ടേം, സപ്ലയേഴ്സിന്റെ പേയ്മെന്റ് ടേം എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ ആൻഡ് ദ ഫാസ്റ്റർ അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ, ഒക്കെ എന്ത് ചെയ്യുക, ഫാസ്റ്റർ ആക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. അടുത്ത നോക്കിയേ, ദ ലോക്ക് ബോക്സ് സിസ്റ്റം വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ഫേം. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ലോക്ക് ബോക്സ് സിസ്റ്റം ഉള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ലോവർ പ്രോസസ്സിംഗ് കോസ്റ്റ് ആണോ, ഫാസ്റ്റർ കളക്ഷൻ ഓഫ് കസ്റ്റമർ പേയ്മെന്റ് ആണോ, എൻഹാൻസിംഗ് ദ സെക്യൂരിറ്റി ഫോർ ക്യാഷ് ആണോ, റെഡ്യൂസിംഗ് ദ ക്രെഡിറ്റ് സെയിൽ ആണോ, ഏതാണ്, ഫാസ്റ്റർ കളക്ഷൻ ഓഫ് കസ്റ്റമർ പേയ്മെന്റ്സ് അല്ലേ, ഫാസ്റ്റർ കളക്ഷൻ. ബി അല്ലേ, ഓപ്ഷൻ ബി ആണ്. ദ ലോക്ക് ബോക്സ് സിസ്റ്റം അല്ലേ, ഒരു ബാങ്കിൽ ലോക്ക് ബോക്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എല്ലാം അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് അവരുടെ ചെക്കുകളെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ബാങ്ക് അത് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും, ഫേമിൻ്റെ അക്കൗണ്ടിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കിയേ, എ ഫേം cash cycle is 45 days and the number of days in a year 365. What is അതായത് നമ്പർ ഓഫ് ഡേയ്സ്, ഒരു വർഷം അവർ ആ ഒരു വർഷത്തിൽ നമ്പർ ഓഫ് ഡേയ്സ് ആയിട്ട് എടുക്കുന്ന 360 ദിവസമാണ്. അവരുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, 45 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ടേൺ ഓവർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്നുമില്ല, 365 ഡിവൈഡ് ബൈ
എത്ര ചെയ്താൽ മതി? 45 ചെയ്താൽ പോരെ ക്യാഷ് കൺവേർഷൻ കണ്ടുപിടിക്കാനായിട്ട്? ഈസി അല്ലേ? ക്യാഷ് ടേൺ ഓവർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ. 360 ഡിവൈഡ് ബൈ 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എവിടെ അവൈലബിൾ ആണ്? നമ്മളുടെ CCയിലെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇതിന് റാങ്ക് ലിസ്റ്റിൽ നേടണം, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറണം, ജോലി നേടണം, നാം പഠിക്കാനായിട്ട് തയ്യാറാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? CCയുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിന്ന് സൃഷ്ടിച്ച് തരുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എടുക്കണം, ആ ഒരു ഏരിയ ഒന്നുകൂടി ഒരു ക്ലാസ് എടുത്തിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് നമ്മൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ആ ഏരിയ നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്